ഹായ്, ഞാൻ ആയിഷ ആരിസ്. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഉന്നക്കായാണ്. അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ അണ്ടിപ്പരിപ്പുണ്ട്, കുറച്ച് 6 kg നെയ്യ്, ഏലക്കായ് പൊടിച്ചതുണ്ട്, പഞ്ചസാര. ഇനിയിപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഞാനിപ്പോൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്, കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം. അത് നമുക്ക് പഞ്ചസാര ഒന്ന് കലങ്ങിയെടുക്കാൻ വേണ്ടിയാണ്. പഞ്ചസാര നമുക്ക് ആവശ്യത്തിന് മധുരം പോലെ എടുക്കാം കേട്ടോ. ഇതൊന്ന് നല്ലോണം കുറുകണം. വെള്ളം നല്ലോണം കുറുകുമ്പോൾ പഞ്ചസാര കുറച്ച് കട്ടിയായിട്ട് വരും. നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മതി ഒരു സ്മെല്ലിന്. ഇതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പ് ഇടുന്നുണ്ട് കേട്ടോ. കുറച്ച് അണ്ടിപ്പരിപ്പ്. ഇത് കിസ്മിസാണ്, കുറച്ച് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. കുറച്ച് ഇടുന്നുണ്ട്. പിന്നെ 6 kg, ഇതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇടുന്നതാണ്. 6 kg അങ്ങനെ വേണമെന്നില്ല. നമ്മളെ ഇതിൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫാക്കുകയാണ്. കുറച്ച് നേരം തണിയണം, നാറണം, ചൂടാറണം. അപ്പോൾ നമ്മൾ കുക്കറിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിക്കുക. ഇനി നമ്മൾ ഗ്യാസ് കത്തിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ പഴം 2 തുണ്ടാക്കി ഇത് ഇനി വെന്തിട്ടുണ്ട്. ഇത് ഇറക്കട്ടെ. ഇനി നമുക്കിത് എടുക്കാം. ഇതിലെടുത്ത് വെക്കട്ടോ. നല്ല ചൂടുണ്ട്. മിക്സിയിലിട്ടിട്ട് ഒന്ന് ഉടച്ചെടുക്കണം. ജാറിലേക്ക് ഇടാം. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ട് ചതച്ചെടുക്കാം. പഴം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ പഴുത്ത പഴമായതുകൊണ്ട് പുഴുങ്ങി അരച്ചതും കുറച്ചൊന്ന് അയഞ്ഞു പോയിട്ടുണ്ട്. ഒന്ന് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി ചേർത്താൽ മതി. ഇതൊന്ന് ടൈറ്റ് ആയിട്ടുണ്ട്. ശരിക്കും നമുക്ക് പഴുപ്പ് കുറഞ്ഞ പഴമായിരുന്നു വേണ്ടത്. ഇത് ഉരുട്ടിയാൽ നമ്മൾ ശരിക്ക് കയ്യിൽ നിൽക്കില്ല, അയഞ്ഞു പോകണ്ട. പഴം അരച്ചത് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കുറച്ച് എണ്ണ കയ്യിൽ തടവിയിട്ട് ഒരു ചെറിയ ഇത് ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. കുറച്ച് പഴുത്ത പഴമായത് കൊണ്ട് പ്രയാസമാണ്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച ഈ തേങ്ങ ഇതിൽ ഇടുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഉരുട്ടിയെടുക്കണം കേട്ടോ. ഇതിപ്പം കുറച്ച് പഴത്തിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ് ഇത് ഇങ്ങനെ, അല്ലെങ്കിൽ ഇത് നന്നായിട്ട് കിട്ടേണ്ടതാണ്. ഇതിങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഉന്നക്കായ് നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിക്കാം കേട്ടോ. ഇനി ഇതിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ, എണ്ണ തിളക്കുന്നുണ്ട്. ഇനി ഞാൻ എണ്ണയിൽ ഓരോന്നായിട്ട് എടുത്ത് അപ്പോൾ നമ്മുടെ ഉന്നക്കായ് തയ്യാറായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഉന്നക്കായ് തയ്യാറായിട്ട്